ഞാൻ ഇന്ന് ഇവിടെ വന്നത് മെക്സവന്റെ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ടല്ല. കാരണം നമ്മൾ അറിയാം, നമുക്ക് കഴിഞ്ഞ 4 ദിവസമായിട്ട് രാജാസായി സ്കൂളില് സ്കൂൾ യൂത്ത് ജില്ലാ യുവജനോത്സവം നടക്കുകയായിരുന്നു. ജില്ലാ യുവജനോത്സവത്തിന്റെ വിവിധ കമ്മിറ്റികളിലായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ കമ്മിറ്റികളും വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ജില്ലാ യുവജനോത്സവം വളരെ ഭംഗിയായി കഴിഞ്ഞു. പക്ഷെ ഇന്നലെ രാത്രി ജില്ലാ യുവജനോത്സവം കഴിഞ്ഞ് അതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലുണ്ടായ കുറച്ച് പരാമർശങ്ങളെ കുറിച്ചിട്ട് നിങ്ങളോട് പറയാനാണ്, ആ സന്തോഷം പങ്കുവെക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. മറ്റൊന്നുമല്ല, സാധാരണ കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ജില്ലാ യുവജനോത്സവം പോലത്തെ വലിയൊരു പരിപാടി നടക്കുമ്പോൾ ഇവിടെ സമീപ പ്രദേശത്തുള്ള സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ യുവജന സംഘടനകളും ഒക്കെ ഇതിന്റെ വളണ്ടിയർഷിപ്പ് ഏറ്റെടുത്ത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഈ തവണ എന്തോ അത്തരം സംഘടനകളുടെ ഒന്നും സാന്നിധ്യം വളരെ ശക്തമായ രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെ മൊത്തം എല്ലാവരും പറഞ്ഞ ഒരേ ഒരു പേര്, ഇവിടുത്തെ ഈ വളണ്ടിയർഷിപ്പില് ആ ബാഡ്ജ് കുത്തി ഡിസിപ്ലിൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഫുഡ് കൗണ്ടറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന ഒരു സംഘടനയുടെ പേര് എല്ലാവരും പറയുന്നത് മെക്സവൻ എന്നാണ്. അത് ഈ നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനിക്കാവുന്ന ഒന്നാണ്. റസാഖിന്റെയും ലത്തീഫിന്റെ ഒക്കെ നേതൃത്വത്തിൽ വളരെയധികം അങ്ങേറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് 24x7 എന്ന് പറഞ്ഞ പോലെ ഫുഡ് കൗണ്ടർ മുതൽ ഓരോ പ്രോഗ്രാമിലും ഓരോ ഇഷ്യൂ നടക്കുന്നിടത്ത് മുഴുവനും സജീവമായി ശക്തമായ സാന്നിധ്യമായിട്ട് നിലകൊള്ളാൻ നമ്മുടെ രാജാസ് ഹൈസ്കൂളിൽ പിറന്ന മെക്സവൻ കോട്ടക്കലിന് കഴിഞ്ഞു എന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനം കൊള്ളുന്ന ഒന്നാണ്. അതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞൊരു പരാമർശം ഞാൻ പറയാം. ഒരു സംസ്ഥാന യുവജനോത്സവം കോട്ടക്കലിൽ വെച്ച് നടത്താൻ ഈ മെക്സവൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമുണ്ട് എന്ന് വരെ പരാമർശം മുതൽ വന്നു. എല്ലാ മെക്സവൻ പോരാളികൾക്കും പടയാളികൾക്കും അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ.